കണ്ണൂരിൽ സംഘപരിവാർ കലാപ നീക്കം. എൻ ഷംസീർ എംഎൽഎയുടെയും സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെയും വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇരിട്ടി പെരുമ്പറമ്പിൽ സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. തലശ്ശേരി മേഖലയിൽ സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. തലശ്ശേരി എംഎൽഎ എം ഷംസീറിന്റെ വീടിന് നേരെ രാത്രി 10:15 ബോംബെറിഞ്ഞത്. തലശ്ശേരിയിൽ കണ്ണൂർ എസ് പി വിളിച്ചു ചേർത്ത സമാധാന യോഗം പുരോഗമിക്കുന്നതിന് ഇടയായിരുന്നു RSS ബോംബാക്രമണം. എം ഷംസീർ എംഎൽഎ ഈ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആക്രമണം നടക്കുമ്പോൾ എംഎൽഎയുടെ കുടുംബാംഗങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു. വീടിന്റെ മുറ്റത്താണ് ബോംബ് പതിച്ചത്. സ്ഫോടനത്തിൽ വാട്ടർ ടാങ്കും ചെടിച്ചട്ടികളും തകർന്നു. ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്ന് എം ഷംസീർ എംഎൽഎ പറഞ്ഞു. തലശ്ശേരി പരിസര പ്രദേശങ്ങളിൽ ഇന്നലെ ഇന്നുമായി ഉണ്ടായ ചില അക്രമ സംഭവങ്ങളിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ വീടാക്രമണങ്ങൾ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന യോഗം ചേരുകയായിരുന്നു. ആ സമാധാന യോഗം SP-യും സബ് കളക്ടറും ഞാനും മുൻകൈയെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്തതാണ്. അതിൽ RSS ഒരു ഭാഗത്ത് നേതൃത്വത്തെ പറഞ്ഞയക്കുക, മറുഭാഗത്ത് അണികളുടെ കയ്യിൽ ആയുധവും കൊടുത്ത് വീടിനെ ആക്രമിപ്പിക്കുക. ഇത് ഉയർന്ന RSS നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതിന്റെ പിന്നിലെ കൂടാളതിന് പുറത്തു കൊണ്ടുവരണം. ഇതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്. CPM മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെ വീടിന് നേരെയും ബോംബാക്രമണമുണ്ടായി. ബോംബേറിൽ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. ഇരിട്ടി മേഖലയിലും RSS അക്രമം അഴിച്ചുവിട്ടു. പെരുമ്പറയിൽ CPIM പ്രവർത്തകൻ വിശാഖിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പരിക്കേറ്റ വിശാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ശശിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി. വീട്ടിലെ മുഴുവൻ ഗൃഹോപകരണങ്ങളും അടിച്ചു തകർത്തു. തലശ്ശേരി ഇരിട്ടി മേഖലകളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ വ്യാപക അക്രമ പരമ്പരകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി DGP ലോക്നാഥ് ബെഹ്റ. അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം. സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പ്രിയ, ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ രാത്രി അർദ്ധരാത്രി വരെയും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. CPIM പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തലശ്ശേരി, തിരുവങ്ങാട് മേഖലകളിലാണ് വ്യാപകമായിട്ടുള്ള അക്രമ സംഭവം അരങ്ങേറിയത്. ഇന്നലെ രാത്രി 9 മണിക്ക് കണ്ണൂർ SP സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ സമാധാന യോഗത്തിൽ SP-യും കണ്ണൂർ SP-യും തലശ്ശേരി MLA AN ഷംസീറും മുൻകൈയെടുത്താണ് സമാധാന യോഗം വിളിച്ചു ചേർത്തത്. ഈ സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടെ AN ഷംസീറിന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. ബോംബ് വീടിന്റെ മുറ്റത്താണ് പതിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അപകടം ഒഴിവാകുകയും ആർക്കും പരിക്കേൽക്കാതിരിക്കുകയും ചെയ്തത്. വീട്ടിലെ വാട്ടർ ടാങ്കും ചെടിച്ചട്ടികളുമാണ് ബോംബാക്രമണത്തിൽ തകർന്നത്. ഇന്നലെ CPIM നേതാവ് വാഴയിൽ ശശിയുടെ വീടിന് നേരെയും സമാനമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. രാത്രി ഷംസീറിന്റെ വീട്ടിന് ബോംബെറിഞ്ഞതിന് തൊട്ട് പിന്നാലെ CPIM-ന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശിയുടെ വീടിന് നേരെയും ബോംബേറുണ്ടായി. ബോംബേറിൽ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. ഇന്നലെ തലശ്ശേരി മേഖലയിൽ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് സംഘപരിവാർ അഴിച്ചുവിട്ടത്. പല സ്ഥലങ്ങളിലും സംഘം ചേർന്ന് RSS പ്രവർത്തകർ വെല്ലുവിളിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടലുണ്ടായി. വലിയ പോലീസ് സേനയെ ഈ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും ചെയ്തു. തലശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണ്ണൂർ AR ക്യാമ്പിൽ നിന്നും പ്രത്യേക പോലീസ് നിയോഗിച്ചുകൊണ്ട് ക്രമസമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടന്നത്. നിരവധി പേരെ കരുതൽ തടങ്കലിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയും നിരവധി പേരെ കരുതൽ തടങ്കലിൽ എടുക്കുകയും മറ്റു ചിലരുടെ 19ഓളം പേരെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്രമികളോട് ഒരു വിട്ടുവീഴ്ചയും സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത്തരത്തിൽ അക്രമ സംഭവങ്ങൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ്. വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രിയ, സന്തോഷ്, ഇപ്പോ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ അക്രമമാണ് ഈ സംഘപരിവാർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. CPIM നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വീടുകൾക്ക് നേരെ അക്രമം നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സ്ഥലത്ത് ഇപ്പോഴത്തെ നില ശാന്തമാണെങ്കിൽ പോലും എത്രത്തോളം സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം തന്നെ നിരോധനാജ്ഞ എവിടെയൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്?
നിലവിൽ ഇന്ന് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സമാധാന അന്തരീക്ഷത്തിലേക്ക് തലശ്ശേരി തിരിച്ചു പോകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. CPIM പ്രവർത്തകർ വളരെ വലിയ സംയമനം ഇതിൽ പാലിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്നലെ സമാധാന യോഗത്തിന് മുൻകൈയെടുത്തതും AN ഷംസീർ MLA ആയിരുന്നു. അതോടൊപ്പം ഈ സമാധാന യോഗത്തിൽ വെച്ച് ഒരു തരത്തിലും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ ഉറപ്പ് നൽകിയിരുന്നു. CPM-ന്റെയും BJP-യുടെയും നേതാക്കൾ ഈ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉറപ്പ് ലംഘിക്കുകയാണ് BJP ചെയ്തത്. ഈ സമാധാന യോഗം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വ്യാപകമായിട്ടുള്ള വീടുകൾക്ക് നേരെയുള്ള ആക്രമണം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഇപ്പോൾ ഏതായാലും വ്യാപകമായി ഈ സംഭവങ്ങളിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഏതാണ്ട് ഈ നിരവധി പേരെ 260ഓളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അറസ്റ്റ് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷംസീറിന്റെ വീട് ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ശരി, കണ്ണൂരിൽ സംഘപരിവാറിന്റെ വ്യാപക ആക്രമം, പോലീസിന്റെ കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ നടത്തിവിടുന്ന അക്രമ പരമ്പര തുടരുന്നു. ജില്ലയിൽ വ്യാപക അക്രമമാണ് സംഘപരിവാർ പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. അക്രമവുമായി ബന്ധപ്പെട്ട് 39 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, കോഴിക്കോട് ജില്ലയിലും വളരെ വലിയ പ്രശ്നങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 39ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ജില്ലയിലെ അവസ്ഥ? ശാന്തമായിട്ടാണോ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്? പ്രിയ, ഹർത്താലിന് ശേഷവും സംഘപരിവാർ പ്രവർത്തകർ കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഇന്നലെ ഉൾപ്പെടെ തന്നെ പേരാമ്പ്രയിലും വടകരയിലും ഒക്കെ തന്നെ ബോംബേറുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരിക്കുന്നത്. വടക്കേടത്ത് താഴേക്കുനി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് പുലർച്ചെയോടെ ബോംബേറുണ്ടായത്. സംഭവത്തിൽ വീടിന്റെ വാതിലുകളും ജനൽ ചില്ലുകളൊക്കെ തന്നെയും തകർന്നിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിലാണ് വീടിന്റെ ജനൽ ചില്ലുകളൊക്കെ തന്നെയും തകർന്നത്. ആളപായമോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസവും പേരാമ്പ്രയിൽ വീടിന് നേരെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ മലബാർ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ വീടിന് നേരെ ബോംബേറുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂറൽ SP 5 ദിവസത്തേക്ക് നിരോധനം പ്രഖ്യാപിച്ചിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും റൂറൽ SP നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഹർത്താലിന് ശേഷവും വലിയ തരത്തിലുള്ള ആക്രമണമാണ് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മെഘ, നമുക്കറിയാം മിഠായി തെരുവിൽ ഉൾപ്പെടെയാണ് പ്രശ്നങ്ങൾ അവർ മനഃപൂർവ്വം ആസൂത്രിതമായി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വലിയ ഒരു കലാപ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയായിരുന്നു. മിഠായി തെരുവിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ബോംബുകൾ കണ്ടെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തുടർന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കാനുള്ള സ്ഥിതിയുണ്ട്. ആസൂത്രിതമായി കാര്യങ്ങൾ നീക്കാനുള്ള സാഹചര്യമുണ്ട്. പോലീസ് ഏതെല്ലാം രീതിയിലുള്ള സുരക്ഷയാണ് ഈ പ്രധാന മേഖലകളിലൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? പ്രിയ, ഹർത്താലിന്റെ മറവിൽ മിഠായി തെരുവിൽ ഉൾപ്പെടെ തന്നെ കോഴിക്കോടിന്റെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ ഉൾപ്പെടെ തന്നെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് സംഘപരിവാർ പ്രവർത്തകർ അഴിച്ചുവിട്ടത്. നമ്മൾ ഇന്നലെ സംഘപരിവാറിന്റെ കൊലവിളി വീഡിയോ പീപ്പിൾ TV പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ആക്രമണം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വ്യാപാരി കടകളൊക്കെ തന്നെയും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജില്ലയിൽ നിലവിൽ നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ 39 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഹർത്താലിന്റെ മറവിൽ ഉൾപ്പെടെ ജില്ലയിൽ ഉണ്ടായ സംഘപരിവാർ ആക്രമണത്തിന്റെ പേരിലാണ് ഇപ്പോൾ 39ഓളം അറസ്റ്റ് ജില്ലയിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി സംഘപരിവാർ പ്രവർത്തകർ കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അറസ്റ്റ് തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് പോലീസ് പുലർത്തിയിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിൽ ആക്രമണം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
മേഘ, അപ്പൊ തന്നെ നിരോധനാജ്ഞ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലീസ് ഈ സുരക്ഷയുടെ ഭാഗമായി തന്നെ പേരാമ്പ്രയിൽ ഉൾപ്പെടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടി കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രിയ, കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിലാണ് നിരോധനം, അതായത് പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പൊതുയോഗങ്ങൾ പാടില്ല, മീറ്റിംഗുകൾ പാടില്ല, അത്തരത്തിലുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനമാണ് കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒപ്പം തന്നെ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ഇത്തരത്തിലൊരു നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് പോലീസ് നിരോധനം, റൂറൽ SP നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിരോധനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ CPM പ്രവർത്തകരുടെ വീടിനു നേരെയൊക്കെ തന്നെയും സംഘപരിവാർ ആക്രമണം തുടരുന്നത്. തീർച്ചയായും മേഘ തുടരുക. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വ്യാപക അക്രമ പരമ്പരകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DGP ലോക്നാഥ് ബെഹ്റ. അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, DGP കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? പ്രിയ, ഒരുപക്ഷെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് മലബാർ മേഖലയിലേക്ക് ആക്രമണ സംഭവങ്ങളുടെ ആധിക്യം ഉണ്ടായി തുടങ്ങിയത്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടി അത് മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും കണ്ണൂർ ജില്ലയിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് തലശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 260 പേരെ കഴിഞ്ഞ 2 ദിവസമായി ഇതിനോടകം തലശ്ശേരി മേഖലയിൽ കണ്ണൂർ ഭാഗത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 DYSPമാരുടെ നേതൃത്വത്തിൽ, തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന യോഗം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർന്നു. അവിടെ അവർ തങ്ങൾ അക്രമങ്ങളിലേക്ക് തിരിയില്ലെന്നും ആവശ്യമായ എല്ലാ സമാധാനവും പുലർത്തിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തതിനു ശേഷമാണ് ഇന്നലെ അക്രമ സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പോലീസിനും ഗൗരവമായി എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ, സാധാരണഗതിയിൽ കണ്ണൂരിൽ വളരെ വിരളമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മുതിർന്ന നേതാക്കളുടെ നേരെയുള്ള ആക്രമണം. ആ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിന്റെ സൂചനയായി തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട് ആക്രമിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ തലശ്ശേരി MLA ആയ ഷംസീറിന്റെ വീട് BJP അതിന്റെ സ്വാഭാവികമായ പ്രതിരോധം എന്ന വണ്ണം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരന്റെ തറവാട് വീട് എന്നിവ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി കർശനമായ പെട്രോളിംഗ് അടക്കമുള്ള സാഹചര്യങ്ങൾ നടത്തുന്നതിനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവധിയിൽ പോയ മുഴുവൻ ആളുകളോടും തിരികെ വരാനായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളുടെ ഡെവലപ്മെന്റ് നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 76 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 9 കേസുകൾ അടൂരാണ്. അടൂർ ഇന്നലെ രാത്രിയും ബോംബേർ ഉണ്ടായ സ്ഥലമാണ്. ഇവിടെ കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 110 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 204 പേർ കരുതൽ തടങ്കലിൽ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഉടൻ രാഷ്ട്രീയ നേതാക്കളുടെ വീടിന് നേരെ നടക്കുന്ന ആക്രമണ സംഭവങ്ങളിൽ ഉടൻ ആളുകളെ പിടികൂടുന്നതിനാണ് ജില്ലാ പോലീസ് മേധാവി, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമാക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രിയ, തീർച്ചയായും ജീവൻ തുടരുക. മേഘ കൂടി വീണ്ടും ചേരുകയാണ് കോഴിക്കോട് നിന്നും. മേഘ, കോഴിക്കോട് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ DGP സംസ്ഥാനത്തൊട്ടാകെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോട് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനും പറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ പ്രധാന ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുള്ള കുറെ ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് ഈ അക്രമികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനെയൊക്കെ തടയാനുള്ള എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അവർ ഏതെല്ലാം രീതിയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്?
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹർത്താലിന് മുൻപും ഹർത്താലിന് ശേഷവും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഈ കോഴിക്കോട് ജില്ലയിൽ സംഘപരിവാർ അഴിച്ചുവിടുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് CPM പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേറുണ്ടായിരിക്കുന്നത്. നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബോംബേറുണ്ടായിരിക്കുന്നത്. പേരാമ്പ്രയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ പ്രവർത്തകരെ ആക്രമണം നടത്തിയ അക്രമികളെ പിടികൂടുന്ന ഒരു സാഹചര്യം. അതിൽ നിരവധി പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. 39 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ 2 ഇടങ്ങളിൽ കോഴിക്കോട് വടകരയിലും കോഴിക്കോട് പേരാമ്പ്രയിലും റൂറൽ SP നിരോധനം ഏർപ്പെടുത്തിയത്. പൊതുയോഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ളവ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പോലീസ് ഇന്നലെ ഇറക്കിയത്. പക്ഷേ ഇത്തരത്തിൽ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി സംഘപരിവാർ ആക്രമണം തുടരുന്ന ഒരു നിലയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഈ അക്രമികളെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സ്ക്വാഡ് നിലവിലുണ്ട്. 39 പേരുടെ അറസ്റ്റാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഘർഷ സാധ്യത, ഏതെങ്കിലും തരത്തിൽ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും പോലീസിനെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മളുടെ ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഹർത്താലിന് പിന്നാലെ വ്യാപക അക്രമമാണ് ഇപ്പോൾ സംഘപരിവാർ BJP പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM നേതാക്കളെ തിരഞ്ഞുപിടിച്ച് അവരുടെ വീടുകൾക്ക് നേരെ ബോംബ് എറിയുക വരെ ചെയ്തു. അവസാനമായി നമ്മുടെ ഷംസീർ MLA വീടിന് വരെ ബോംബ് എറിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത്തരത്തിൽ സംസ്ഥാനമൊട്ടാകെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇത് വളരെ ആസൂത്രിതമാണ് എന്ന കാര്യം പറയേണ്ടതില്ല, എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തൊട്ടാകെ ആക്രമണത്തിന്റെയും ബോംബേറിന്റെയും ഒരു പരമ്പര ഈ സംഘപരിവാർ വിഭാഗം നടത്തുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശേഷമാണ്. ശബരിമല സ്ത്രീ പ്രവേശനം ഇത്രമാത്രം സംഘടിതമായ ഒരു ആക്രമണത്തിന് കാരണമാകും എന്ന് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാനാകില്ല. അത്രത്തോളം ശക്തമായ ഒരു പ്രതിരോധമായിരുന്നു സംഘപരിവാർ അവിടെ നിലനിർത്തിയിരുന്നത്. അവരുടെ കണ്ണുവെട്ടിച്ച് സ്ത്രീകൾ 1 അല്ല 2 അല്ല ഇപ്പോൾ 9 എന്ന കണക്കാണ്. 9 പേർ കയറുന്നതോടെ അവരുടെ ആയുധങ്ങളെല്ലാം അസ്തമിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിഞ്ഞത്. ആ നിലയ്ക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് RSS BJP ഗുണ്ടകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് സംസ്ഥാനത്ത് നടക്കുന്ന ഈ ദൃശ്യ സംഭവങ്ങൾ നമ്മോട് പറയുന്നത്. ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളിൽ BJP ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടിന്റെ പരാജയം സംഭവിച്ചാൽ സംസ്ഥാനത്തൊട്ടാകെ അക്രമം അഴിച്ചുവിടും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അവർ ചെയ്യുന്നത് വാസ്തവത്തിൽ അവരുടെ തകർച്ചയുടെ അല്ലെങ്കിൽ ആസന്നമായി സംഭവിച്ച പരാജയത്തിന്റെ ഒരു അവമതി ഒഴിവാക്കാൻ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം അവമതി അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയ സമരങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്താറുണ്ട്. അതിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യാറുണ്ട്. തോറ്റുപോയാൽ കണ്ണാടിയിൽ തോറ്റാൻ അമ്മയുടെ നേരെ എന്ന നിലയ്ക്ക് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന നിലയ്ക്ക് സംഘപരിവാർ പെരുമാറുന്നത് അവരുടെ കൃത്യമായ ഒരു അജണ്ടയുടെ നടപ്പാക്കലാണ്. അതൊന്ന്. മറ്റൊന്ന്, ഈ അജണ്ടയുടെ നടപ്പാക്കൽ തന്നെ അവർ വളരെ വൈകാരികമായി വ്രണതരായി തന്നെയാണ് ചെയ്യുന്നത്. അതായത് പരാജയത്തിൽ നിന്ന് സംഭവിച്ച ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കൂടുതൽ ഹിംസയിലേക്ക് അവർ പോകുമ്പോൾ സത്യത്തിൽ ഇവർ പോകുന്നത് കൂടുതൽ പരാജയങ്ങളിലേക്കാണ്. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതല്ലാതെ മറ്റൊരു വഴിയും തങ്ങളുടെ മുന്നിലില്ല എന്ന് ചിന്തിക്കുമാറാണ് അവർ വ്യാപകമായ ആക്രമണത്തിന് തയ്യാറാകുന്നത്. എന്തായാലും ദീർഘകാലം നിലനിൽക്കാനാകില്ലല്ലോ സാധാരണഗതിയിൽ. എപ്പോഴും നാം കാണുന്നത് മാതിരി സംഘപരിവാർ ജില്ലാതലങ്ങളിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് കുറെ കഴിഞ്ഞ് ഒരു അറുതിയോ അല്ലെങ്കിൽ സ്വാഭാവികഗതിയിൽ സമാധാന സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകും. അതേമാതിരി ഈ കാര്യങ്ങളും പരിഹരിക്കപ്പെടുമായിരിക്കും. പക്ഷേ സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം, യഥാർത്ഥത്തിൽ അക്രമത്തിലുള്ള അവരുടെ വല്ലാത്തൊരു അഭിനിവേശം എന്ത് എന്ന് സംസ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു
ഇന്നത്തെ സംഭവഗതികളിലൂടെ അത് എന്തായാലും പോലീസ് അതിസമർത്ഥമായി തന്നെ അവരെ അമർച്ച ചെയ്യുന്നുണ്ട് എന്ന ആശ്വാസമാണ് ജനാധിപത്യ ശക്തികൾക്ക് ഇപ്പോൾ നമുക്ക് അഭയമായി ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു പ്രതികരിച്ചതിന്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രശ്നങ്ങൾ, അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബോംബേർ വീടുകൾക്ക് നേരെ ബോംബെറിയുന്നു, കടകൾ അടിച്ചു തകർക്കുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPM പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ശബരിമല എന്ന വിഷയം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താൽ ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി വേറെ തലത്തിലേക്ക് മാറുകയാണ്. എന്താണ് അപ്പോൾ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ പ്രതിഫലനം? അത് തന്നെയല്ലേ ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്? രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുവാൻ തക്ക ശേഷി തങ്ങൾക്കുണ്ട് എന്ന് BJP ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് എന്ന് വേണം സംശയിക്കാൻ. കാരണം അക്രമം എന്നത് രാഷ്ട്രീയ പ്രവർത്തനം ആണ് എന്ന് ഒരു കൂട്ടർ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കൊണ്ട് കേരള ജനത്തെയും കേരള സമൂഹത്തെയും സ്വാധീനിക്കാം എന്ന് BJP നേതൃത്വം കരുതുന്നുണ്ടോ എന്ന് സംശയിക്കണം. BJP നേതാക്കൾ ഏതായാലും മൊത്തത്തിൽ മുഴുവൻ നേതാക്കന്മാരും ഈ ഒരു അഭിപ്രായവും ഈ ചിന്താഗതിയും ഉള്ളവരാണ് എന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ BJP നേതൃത്വത്തിന്റെ പിടിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJPയിൽ അല്ലെങ്കിൽ സംഘപരിവാറിൽ വേറെ ചില അധികാര കേന്ദ്രങ്ങൾ ഉണ്ടോ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരല്ലേ എന്ന് അതെന്റെ വ്യക്തിപരമായ സംശയമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇത് ഇത്തരം ഒരു ആക്രമണത്തിന് കേരള സമൂഹത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, ജനങ്ങൾക്ക് ആക്രമണം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥ. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒക്കെയും നിലപാട് അതുതന്നെയാണ്. അതാണ് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ BJP സംഘപരിവാർ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന് ഓർക്കണം. അതിൽ നേതാക്കന്മാർക്കൊന്നും പങ്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇത് കേരള സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പുതുവർഷമാണ്. കേരളം വലിയ ശക്തമായ ചില പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലെയുള്ള ആക്രമണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വളർച്ചയെയും കേരളത്തിന്റെ ഐക്യത്തെയും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനത്തെയും തകർക്കാൻ വേണ്ടിയുള്ള കുൽസിതമായ ശ്രമങ്ങൾ ആസൂത്രിതമായി നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പരാജയപ്പെടുത്തേണ്ടത് തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അത് തന്നെയാണ് താങ്കളുടെ മാത്രം സംശയമല്ല ഇത്. കാരണം ഒരു വിഷയം, ശബരിമല എന്ന വിഷയം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടതേ അല്ല. അവിടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനമായിരുന്നു അവരുടെ പ്രശ്നം. സ്ത്രീ പ്രവേശനം നടന്നു, അതിന്റെ പേരിൽ അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു, അതും കഴിഞ്ഞു. ആ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇവരുടെ നീക്കങ്ങൾ പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിമല വിഷയവും പറഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ നീക്കം. അത് പൊളിഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അവരുടെ കൊലവിളി നമ്മൾ കേട്ടതാണ്. മുസ്ലിം പള്ളികളും ഞങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല, അവരെ കൊന്നുകളയുമെന്ന രീതിയിലുള്ള ആക്രോശവും നമ്മൾ കേട്ടു. അതെ, മുസ്ലിം പള്ളികളോ ഇതിനകത്ത് വർഗീയതയ്ക്ക് യാതൊരു സ്കോപ്പുമില്ല. അമ്പലവും ഗവൺമെന്റും പോലീസും ഒക്കെയാണ് ഇതിലെ ഘടകങ്ങൾ. ഈ സംഘർഷത്തിലെ ഘടകങ്ങൾ ഇതൊക്കെയാണ്. മുസ്ലിം പള്ളിക്ക് എന്ത് കാര്യം, മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം? മിഠായി തെരുവിൽ ആക്രമിക്കാൻ ഒരു സംഘം ശക്തമായിട്ട് രംഗത്തിറങ്ങിയതിന് തന്നെ അവിടെ മുസ്ലിങ്ങളുടെ കല വ്യാപകമായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു വർഗീയ കലാപമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളും എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളം മൊത്തത്തിൽ ഒട്ടാകെ സർക്കാരും പോലീസും ജനങ്ങളും സമൂഹവും ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം സംഘർഷം വളരെ കടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നത് അതുതന്നെയാണ്. ഭീകരമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന കാര്യം എല്ലാവരും വ്യക്തമായിട്ട് ഓർക്കേണ്ടതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ദേവദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദേവദാസ്, കാണുന്നുണ്ടല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾ എല്ലാം തന്നെ. ഇന്നലെ അവസാനമായി കണ്ണൂരിൽ ഷംസീർ എംഎൽഎയുടെ വീടിന് തന്നെയാണ് ബോംബ് എറിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ.
ഇതാ പറഞ്ഞത്. അത് ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും എല്ലാം പറയുന്നത്. എന്താ പറയാ, ആദ്യം വനിതാ മതിൽ, പിന്നെ യുവതികൾ കയറി, പിന്നെ ശ്രീലങ്കൻ യുവതി കയറി, ഇവർ വിരളി പിടിച്ചു നാമജപം ജപിക്കുന്ന. അത് ഈ ധർമ്മസമിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം പറയുന്നത് BJP RSS മാത്രമല്ല, റൌഡി സേവന സംഘമാണ് കേരളത്തിൽ RSS. BJP ഭാരതീയ ഗുണ്ടാ സംഘമായി മാറിയിരിക്കുന്നു. അതിന്റെ കൂടെ ഒരു ധർമ്മസമിതി എന്ന് പറഞ്ഞിട്ട് ഒരു നാമം ജപിച്ചിട്ടൊന്ന് വരുന്നത്, അത് റൌഡികളാണ്, പകുതി റൌഡികളാണ്. ഇപ്പൊ വലിച്ചു കീറി, സ്ത്രീകളെ വലിച്ചു കീറി ഒരു പാർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മറ്റൊന്ന് ഡൽഹിയിലും എറിയണം എന്ന് പറഞ്ഞ് കർമ്മസമിതി ചീരംപിള്ളേന്റെ മുമ്പ് നിന്ന് പറഞ്ഞതാണ്. വായി നോക്കി നിന്നത് ഈ കർമ്മസമിതിയാണ്. മൂത്രമൊഴിക്കും രക്തം ചീറ്റെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിന്റെ കർമ്മസമിതിയാണ് ഇത്. അശുദ്ധപ്പെടുത്തിയിട്ടാണെങ്കിലും പൂട്ടിയിരുന്നു. ഇപ്പം നടന്ന് നെഞ്ഞിൽ വിരിച്ച് എന്നെ കൊന്നിട്ടേ പോകാൻ പറ്റുമെന്ന് കുറെ നേതാക്കൾ വലിച്ചു കൂവിയിട്ട് ഇപ്പതാ ജീവിച്ച് നടക്കുന്നു. അവരാണ് കലാപത്തെ. ഇത് സനാതൻ സംസ്ഥയായിട്ട് നിങ്ങൾ വളരെ നോക്കണം. സനാതൻ സംസ്ഥയുടെ അതേ ഓപ്പറേഷനാണ്. ഗൗരി ലങ്കേഷിനെ കൊല്ലുക, മറ്റേ ദബോൾക്കറെ കൊന്നതെല്ലാം സനാതൻ സംസ്ഥയാണ് മഹാരാഷ്ട്ര. അവരുടെ പണം പിടിങ്ങിയ ധർമ്മസമിതിയാണോ എന്ന് എനിക്കൊരു സംശയം പോലുമുണ്ട്. ഇവർ ഈ മാവോവാദികളെയും മറ്റേത് എന്ന് പറയുമ്പോൾ ഇവർ ഹിന്ദു ഇതിന്റെ മറവിൽ യോഗി ആദിത്യനാഥ്, മോഡി, ഷാ അവര് താളിക്കാവിൽ നിന്ന് പറഞ്ഞത് അമിത്ഷാ ഞങ്ങൾ വലിച്ചു താഴെയിടുന്നാണ്. അതിന്റെ ഇതാണ് ഇപ്പോൾ ഗ്രൂപ്പിന്റെ നില. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ഒരു യോഗമുണ്ട് BJP RSS. അവരപ്പം പറഞ്ഞത് പിണറായി വിജയനെ താഴെ ഇറക്കും വരെ ഞങ്ങൾ തുടരും. അപ്പൊ ശബരിമലയിൽ ഇനി പറ്റൂല ഈ റൌഡിയൊക്കെ. അതുകൊണ്ട് അത് കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കണ്ണൂരിൽ എപ്പോഴും ഡിസംബർ ജാനുവരി മാസമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൊലപാതക പരമ്പര ഇതാക്കിയത്. അപ്പൊ ഇന്നലെ ഷംസീർ ഇന്നലെ മനോരമ TVയിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തോണ്ട് നിൽക്കുന്നതിന് ഇതിന് അത് കഴിഞ്ഞ് നേരെ തലശ്ശേരിയിൽ പോയി സമാധാന ചർച്ചയ്ക്ക് ഇതേ RSS ഈ കൗച്ച് ഈ റൌഡി സേന വിളിച്ചു സമാധാന സേനക്ക്. അത് പോലീസിന്റെ അടുത്ത് വർത്താനം പറയുമ്പോ ഈ നേതാക്കൾ വിളിക്കുക, അണികൾ പോയിട്ട് വീട്ടിൽ ആരും ഇല്ലാത്തരം ബോംബെറിയുന്ന നട്ടല്ലില്ലാത്ത ഈ റൌഡി സേനയാണ് ഇത്. സമാധാന ചർച്ചക്ക് ഷംസീറിനെ വിളിക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് അണികളെ കൊണ്ട് ബോംബെറിയുന്ന നേതാവ്. അപ്പൊ കൊച്ചിയിൽ ഇന്നലെ നടന്ന ഗൂഢാലോചന കേരളത്തെ കത്തിക്കാനാണ്. അതാണ് രഥയാത്ര എന്ന് പറയുന്നത്. അതാണ് അയോധ്യ പ്രശ്നവും പോലെ തന്നെ മിനി പതിപ്പ്, ഫോട്ടോസ്റ്റാറ്റ് പതിപ്പ് ശബരിമല വിഷയം പറഞ്ഞ് 18-ന് തുടങ്ങുന്നത്. അതിന് ധർമ്മസമിതി എന്ന് പറയുന്നത് കത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന റൌഡി സമിതിയാണ്. അതാണ് ഇവിടെ നോക്കേണ്ടത്. അവരെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? തുടരുക. ഇപ്പോൾ LDF കൺവീനർ ശ്രീ A. വിജയരാഘവൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ A. വിജയരാഘവൻ, കണ്ടല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അക്രമങ്ങൾ. എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? കലാപഭൂമിയാക്കി മാറ്റുക കേരളത്തെ, രാജ്യം മുഴുവൻ കേരളത്തെ ഒരു പ്രശ്നബാധിത മേഖല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും കേരളത്തെ ഭയത്തോടെ നോക്കിക്കാണുക, ഇതാണോ ഇവരുടെ ലക്ഷ്യം? ഒരു ബോധപൂർവം നടത്തുന്ന ഒരു കലാപശ്രമമാണിത്. നമ്മള് നേരത്തെ കേരളത്തില് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ധാരാളം നടക്കുന്ന ഒരു സ്ഥലമാണ്. ജനാധിപത്യം എന്നുള്ളത് നിങ്ങൾക്ക് പ്രതിഷേധിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും അവസരം നൽകുന്നുണ്ട്. എന്നാൽ അക്രമം മൗലിക അവകാശമാണ് എന്നുള്ള നിലയ്ക്ക് സമാധാനപൂർവ്വം ജീവിക്കുന്ന ആളുകളുടെ വീട് കയ്യേറുക, ആ വീട് കുത്തിപ്പൊളിക്കുക, വീടിന് ബോംബെറിയുക, സ്വൈര ജീവിതത്തിന് നേരെ കടന്നാക്രമണം നടത്തുക, ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം മൗലിക അവകാശമാണ് എന്നുള്ള നിലയിൽ സംഘപരിവാർ പ്രവർത്തിക്കുകയാണ്. ആസൂത്രിതമായ ഒരു നീക്കമാണത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോട് കൂടിയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ച് ഇടതുപക്ഷം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് താലൂക്കുകൾ തോറും പ്രത്യേകം പരിശീലിപ്പിച്ച ക്രിമിനൽ അംഗങ്ങളെ സൂക്ഷിച്ച് അവര് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നമ്മള് മോട്ടോർ ബൈക്കിൽ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ ഇങ്ങനെ കറങ്ങിയടിക്കുക എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കുകയാണ്. അപ്പോ നമ്മള് എല്ലാ പരിധിക്കും അപ്പുറത്തുള്ള ആക്രമണ പ്രവർത്തനമാണ് നടത്തുന്നത്. കർശന നടപടികൾ തന്നെയാണ് ഇവർക്കെതിരായിട്ട് സ്വീകരിക്കുന്നത്. പോലീസ് കുറെ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ വീടുകൾ ആക്രമിക്കുകയും അതുപോലെ പിന്നെ വാഹനങ്ങൾ, മോട്ടോർ ബൈക്കുകളിൽ ആയുധങ്ങളുമായി ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന ക്രിമിനൽ സംഘത്തിനെ വളരെ കർശനമായി നേരിടാൻ സർക്കാർ തയ്യാറാവുക കൂടി ചെയ്യേണ്ടതുണ്ട്. അതും കൂടി രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാനാവുക. ഏതായാലും RSS ഇതിനെ പിന്മാറുന്നില്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതിനെ നേരിടുമെന്ന കാര്യത്തിലും തർക്കമില്ല.
തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ നേതാക്കൾ ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നേതാക്കളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ശബരിമല വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോൾ അതിൽ നിന്നും ജനങ്ങൾ നിൽക്കുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തെ കലാപഭൂമി ആക്കി മാറ്റാനുള്ള നീക്കങ്ങൾ, ആസൂത്രിത നീക്കങ്ങൾ, അതൊക്കെയാണ് ഇന്നലെ കണ്ണൂരിലൊക്കെ നടന്ന ബോംബേറ്. നേതാക്കളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച ഇത്തരത്തിൽ അവർ ബോംബെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം നേതാക്കളുടെ വീടിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയിലൂടെ അക്രമ പരമ്പരകളിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടുപോവുക എന്നുള്ള നിഗൂഢ ലക്ഷ്യം ഇതിലുണ്ട്. കേരളത്തിൽ ബോധപൂർവം അക്രമങ്ങൾ സംഘടിപ്പിക്കുക, അതിന് വളരെ കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ഈ ശബരിമല കർമ്മ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ നിയോഗിച്ചിരുന്നു. ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാം. കേരളത്തിലെ വളരെ മോശപ്പെട്ടൊരു ഭാഷയിൽ സംസാരിക്കുകയും വർഗീയത മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ ശബരിമല കർമ്മസമിതിയുടെ അധ്യക്ഷയാക്കിയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണിത്. ഈ സ്ത്രീയാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. സ്ഥിരമായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംഘപരിവാർ. അതിനു പുറമെ സംഘപരിവാർ നേതാക്കളാകെ സംസാരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഭീഷണിയുടെയും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും ഉള്ളതാണ്. സംഘപരിവാറിന് സമാന്തരമായിട്ട് ഇത്തരം സമരങ്ങൾ UDF നടത്തി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗ് നേതാക്കന്മാർ പൂർണ്ണമായി ഈ അക്രമത്തെ പിന്താങ്ങുകയാണ്. കേരളത്തിൽ സംഘപരിവാർ നടത്തുന്ന ആക്രമണത്തിന് RSS നേതൃത്വം നൽകുന്നു. UDF, മുസ്ലിം ലീഗ്, കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പിന്തുണ നൽകുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന നിഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ നാട് ഇതിന് കീഴ്പ്പെടാൻ പോകുന്നില്ല. ജനങ്ങളും ഇതിനെ പ്രതിരോധിക്കും. കർശനമായ നടപടി കേരളത്തിലെ പോലീസ് സംവിധാനവും ഗവൺമെന്റും സ്വീകരിക്കുകയും തന്നെ ചെയ്യും. അധിക ദിവസം ഇത്തരം നടപടികളുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് അടുത്ത ദിവസങ്ങൾ തെളിയിക്കാനും പോവുകയാണ്. പക്ഷെ അവര് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അംഗീകരിക്കാത്ത പ്രസ്ഥാനങ്ങളായതുകൊണ്ട് അക്രമവുമായിട്ട് രംഗത്തിറങ്ങിയതിനെ ആക്രമിച്ചുകൊണ്ടല്ലാതെ സ്വന്തം അസ്തിത്വം അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ A. വിജയരാഘവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കേരളത്തിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. BJP പ്രവർത്തകർ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. CPIM നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബ് എറിഞ്ഞിരിക്കുന്നു. വിവിധ ജില്ലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ അവധിക്ക് പോയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാനും പറഞ്ഞിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് വിവിധ ജില്ലകളിൽ നിന്നും, കോഴിക്കോട് നിന്നും മേഘയും കണ്ണൂരിൽ നിന്ന് സന്തോഷും നൽകിയത്. RSS BJP ആക്രമണ കേസിൽ കൊല്ലം ജില്ലയിൽ അറസ്റ്റ് തുടരുന്നു. കൊട്ടിയത്ത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും ചാത്തന്നൂരിൽ കട അടച്ചു തകർത്ത കേസിലും 10 പേർ പിടിയിലായി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊല്ലം ജില്ലയിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊട്ടിയത്ത് CI അജയനാഥ്, SI അനൂപ് കൂടാതെ 3 പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അതിക്രൂരമായിട്ടാണ് RSS ഗുണ്ടകൾ ആക്രമിച്ചത്. ഇതിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വരെ ഇവർ പദ്ധതി ഇട്ടിരുന്നു. KSRTC ബസ് അടിച്ചു താഴ്ത്ത സംഭവവുമായി ബന്ധപ്പെട്ട ഇവരെ പിടികൂടുന്നതിനിടെയാണ് ഇവർ വളഞ്ഞിട്ട് പോലീസിനെ ആക്രമിച്ചത്. ഇതിൽ SI അനൂപിന് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അജയനാഥിന്റെ കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലയ്ക്കും പരിക്കേറ്റു. അതേസമയം CCTVയുടെ ദൃശ്യങ്ങൾ തന്നെ നമ്മുടെ പക്കലുണ്ട്. ചാത്തന്നൂരിൽ വ്യാപാരി വ്യവസായി സമിതി നേതാവിന്റെ കട RSS പ്രവർത്തകർ അടിച്ചു തകർക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ. ആ കേസിൽപ്പെട്ട 3 പേരെ പോലീസ് പിടികൂടി. മനു, അനന്തകൃഷ്ണൻ, അഖിൽ, രതീഷ്, നിതിൻ, അതുൽ പ്രകാശ്, സിജു എന്നിവരാണ് കൊട്ടിയത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ പിടിയിലായിട്ടുള്ളത്. മറ്റ് ചാത്തന്നൂരിലെ കട അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇതുവരെ ജില്ലയിൽ ഏതാണ്ട് 50ഓളം പേർ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും അറസ്റ്റിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. അതേസമയം ഈ RSS പ്രവർത്തകർ ഇതിൽ അക്രമികളായിട്ടുള്ള കേസിൽ പ്രതിയാവുമെന്ന് ഭയന്ന് പലരും ഇപ്പോൾ ഒളിവിലാണ്. പലരും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ പോലും RSSന് ആളെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നു. പോലീസ് നടപടി ശക്തമാക്കിയതോടെ അക്രമകാരികളായിട്ടുള്ള RSSകാരെല്ലാം ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാജ്കുമാർ, അപ്പോൾ തന്നെ കൊല്ലം ജില്ലയിൽ മറ്റ് രീതിയിൽ ഏതെല്ലാം രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്? വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ?
അതായത് കൊല്ലം സിറ്റിയിലും റൂറലിലുമായി 2 പോലീസ് ഡിവിഷനുകളാണ് ഉള്ളത്. സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസും അതുപോലെ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസും. ഈ 2 സ്ഥലങ്ങളിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മേഖലകൾ പോലീസ് തിരിച്ചിട്ടുണ്ട്. ആ സെൻസിറ്റീവ് മേഖലകളിൽ കൂടുതൽ രാത്രികാലങ്ങളിലെല്ലാം പോലീസ് പട്രോൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചും വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ നീക്കങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ IT സെല്ലും വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഇവർ കലാപത്തിന് ആയുധം എടുക്കണമെന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി ഇവരുടെ ഈ പോസ്റ്റുകൾ അത് ഫേസ്ബുക്കിലും വാട്സാപ്പുകളിലുമാണ് ഇത് നിറഞ്ഞിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ വരെ ഇവർ തമ്മിലുള്ള രഹസ്യ ചില കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആയുധം കയ്യിലെടുക്കണം, അത് മാത്രമേ ഇനി മാർഗമുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള കലാപത്തെ ആഹ്വാനം ചെയ്യുന്ന, നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇതാണ്. ഒരുപക്ഷെ നക്സലേറ്റുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന ചില വാചകങ്ങൾ പോലും ഇവർ അടർത്തിയെടുത്ത് RSS സംഘപരിവാർ പ്രവർത്തകർ ഇപ്പോൾ ആ തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. ഇത് പോലീസ് മനസ്സിലാക്കി അത്തരക്കാരുടെ ഫോൺ കോളുകളും മറ്റും നിരീക്ഷിക്കാനുള്ള സംവിധാനം പോലീസിന് നിലവിലുണ്ട്. അത് പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് തുടരുകയും ചെയ്യുന്നു. ഈ സെൻസിറ്റീവ് മേഖലകളിലാണ് കൂടുതൽ പോലീസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ RSS BJP ആക്രമണ കേസിൽ അറസ്റ്റ് തുടരുകയാണ്. 10 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന അടൂരിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മേഖലയിൽ 50-ൽ പരം വീടുകൾ ആക്രമിക്കപ്പെടുകയും 2 ഇടങ്ങളിലായി പെട്രോൾ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നടപടി. അടൂർ, കൊടുമൺ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ സംഘം ചേരുന്നതിനും പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി തുടരുന്ന സംഘർഷത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിന്റേതടക്കം 50-ലേറെ വീടുകളും CPIM പാർട്ടി ഓഫീസുകളും അടിച്ചു തകർക്കപ്പെട്ടു. അടൂർ ടൌണിൽ ഒരു മൊബൈൽ കടയ്ക്ക് നേരെയും CPIM ഏരിയ കമ്മിറ്റി അംഗമായ രവീന്ദ്രന്റെ വീടിന് നേരെയും വ്യാഴാഴ്ച ബോംബാക്രമണവും ഉണ്ടായി. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ശബരിമലയിൽ എത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് മുഖ്യമന്ത്രി. 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിന് ഹർത്താൽ നടത്തി. 1 സ്ത്രീ കയറിയതിന് ഹർത്താൽ ഇല്ലേ എന്നും മുഖ്യമന്ത്രി. കൊടുവഴഞ്ഞൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമലയിൽ യുവതികൾ കയറിയ ശേഷമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലസ്ഥാനത്തെ ആദ്യ പൊതുപരിപാടിയിൽ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സുപ്രീംകോടതി വിധി അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി യുവതികളെ നൂലിൽ കെട്ടിയല്ല ശബരിമലയിൽ എത്തിച്ചതെന്നും പറഞ്ഞു. ഭക്തന്മാർക്കിടയിലൂടെയാണ് ഇവർ വന്നത്. ആരും പ്രതിഷേധിച്ചില്ല. അയ്യപ്പ ഭക്തന്മാരുടെ മനോഭാവമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാധാരണ നമ്മൾ പറയില്ലേ നൂലുമേൽ കെട്ടിത്താഴ്ത്തുക, അങ്ങനെ ശബരിമല ഇറങ്ങിയവരല്ല. സാധാരണ ശബരിമലയിൽ പോകുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ തന്നെ നടന്നാണ് അവർ പോയത്. എന്ന് പറഞ്ഞാൽ ഭക്തരായ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളോടൊപ്പം ഇവരും പോയി. ഇവരോടൊപ്പം യാത്ര ചെയ്ത ഭക്തർക്കാർക്കെങ്കിലും ഈ സ്ത്രീകൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായമുണ്ടായില്ല. അവരെല്ലാവരും കൂടി സന്നിധാനത്തെത്തിയതിന് ശേഷം അവര് അയ്യപ്പ ദർശനവും നടത്തി, പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോകും. ഈ ഘട്ടത്തിലൊന്നും അവിടെയുള്ള ഭക്തർ ഒരു തടസ്സവും അവർക്കുണ്ടാക്കിയില്ല. അവർ തന്നെ പറയാണ് ഭക്തർ എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ നാട്ടുകാരായവർ മാത്രമല്ല അയ്യപ്പ ഭക്തര്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവരുടെ എല്ലാം മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ പുറകോട്ടടിക്കാനാണ് സംഘപരിവാർ ആസൂത്രിത അക്രമം നടത്തുന്നത്. ശബരിമലയിൽ യുവതികൾ കയറിയ ആദ്യ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് അക്രമമുണ്ടായില്ല. തുടർന്ന് സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അക്രമങ്ങൾ നടക്കുന്നത്. സംഘപരിവാറിന്റെ പ്രശ്നം കേവലം സ്ത്രീപ്രവേശനമല്ല, ചരിത്ര വനിതാ മതിലിന്റെ വിജയത്തിലുണ്ടായ അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും 2 യുവതികൾ കയറിയപ്പോൾ നടത്തിയ ഹർത്താൽ 1 യുവതി കൂടി കയറിയപ്പോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചും അദ്ദേഹം പരിഹസിച്ചു. 2 സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക്
അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കാര്യത്തിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകളിപ്പോ അവിടെ കയറിയില്ലേ. ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ എവിടെയുണ്ട്? നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. കോൺഗ്രസ് നിലപാടുകൾ ഉപേക്ഷിച്ച് സംഘപരിവാറുമായി ചേരുന്നത് തിരിച്ചറിയണമെന്നും പ്രളയഘട്ടത്തിലെ ഒരുമ തകർക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള വിഭാഗീയത തുടരുന്നു. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധിക്കെതിരെ ഓർഡിനൻസ് ആവശ്യപ്പെടുന്ന UDFന്റെ നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിന് തലവേദനയാകുന്നത്. UDFിലെ 7 MPമാർ ഓർഡിനൻസിനായി പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചത് KPCC അധ്യക്ഷൻ അറിയാതെയാണ്. എന്നാൽ കേന്ദ്രവുമായി ആലോചിക്കാതെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് പല UDF MPമാർക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുല്ലപ്പള്ളിയും കേന്ദ്ര നേതാക്കളും അറിയാതെയാണ് UDF MPമാരുടെ നടപടിയെന്നത് മുല്ലപ്പള്ളിയുടെ ഉത്തരത്തിൽ നിന്ന് വ്യക്തമാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ KPCC അധ്യക്ഷൻ പകച്ചത് അതിന് ഉത്തമ ഉദാഹരണവും. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. അത് എനിക്ക് KPCC പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ബന്ധപ്പെടണം ആ കാര്യത്തിൽ. ശബരിമല വിഷയത്തിൽ പാർലമെന്റിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച UDF MPമാർക്കെതിരെ സോണിയാഗാന്ധി രംഗത്തു വന്നതും പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതായതിനാൽ ദേശീയ തലത്തിൽ പ്രതിഷേധം വേണ്ടെന്നായിരുന്നു സോണിയയുടെ നിർദ്ദേശം. അതേസമയം സുപ്രീം കോടതി വിധി എതിർത്ത് BJP MP മീനാക്ഷി ലേഖി പാർലമെന്റിൽ രംഗത്ത് വന്നപ്പോൾ വിധി മറികടക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്ന് KC വേണുഗോപാൽ MPയും ആവശ്യപ്പെട്ടു. BJPയും കോൺഗ്രസും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നതിന്റെ തെളിവാണിത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട BJPക്കെതിരെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്ത്രീവിരുദ്ധ ഹർത്താലിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ദില്ലിയിലെ കേരള ഹൌസിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. ഈ തെറ്റായ നടപടിക്കെതിരെ ദില്ലി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് KUWJ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ദില്ലിയിൽ BJP സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരും മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കാൻ ഒപ്പമുണ്ടായിരുന്നു. അക്രമികൾക്കെതിരെ പോലീസിൽ മാധ്യമപ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. ശബരിമല കർമ്മസമിതി ഹർത്താലിനിടെ RSS ആക്രമണത്തിനിരയായ കൈരളി പീപ്പിൾ TV ക്യാമറ വുമൺ ഷാജിലയെ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ സന്ദർശിച്ചു. തൊഴിലിടങ്ങളിലെ പീഡനങ്ങളെ വളരെ ഗൌരവത്തോടെയാണ് കമ്മീഷൻ കാണുന്നതെന്ന് ഷാഹിദ കമാൽ പറഞ്ഞു. അക്രമികളെ പിടികൂടാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും അവർ പറഞ്ഞു. ഉയർത്തെഴുന്നേൽപ്പിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി മാറിയ സൈമൺ ബ്രിട്ടോയ്ക്ക് തൃശൂരിന്റെ ഹൃദയാഞ്ജലി. ജീവിക്കുകയും ജീവിതകാലം മുഴുവൻ അസാധാരണമായ യുവത്വം സൂക്ഷിക്കുകയും ചെയ്ത സൈമൺ ബ്രിട്ടോയുടെ ദീപ്തമായ ഓർമ്മയിൽ ഒത്തുകൂടിയവർ വാക്കുകൾ കിട്ടാതെ വിതുമ്പി. മരണമില്ലാത്ത ഓർമ്മകൾ സമ്മാനിച്ചു കടന്നുപോയ ആ വിപ്ലവകാരിയുടെ സമാനതകളില്ലാത്ത ജീവിതത്തെ വ്യത്യസ്ത കാലങ്ങളിൽ ബ്രിട്ടോയോടൊപ്പം പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും പല വഴികളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്ത സുഹൃത്തുക്കൾ ഓർത്തെടുത്തു. അനുസ്മരണയോഗം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം ആദ്യമായി നൽകിയത് ബ്രിട്ടോയ്ക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും പ്രകാശം പ്രസരിപ്പിച്ച അസ്തമിക്കാത്ത സൂര്യനായിരുന്നു ബ്രിട്ടോ. അതുകൊണ്ടാണ് മകൾക്ക് നിലാവ് എന്ന വെളിച്ചം വിതറുന്ന പേരിട്ടത്. ബ്രിട്ടോ ജീവിതത്തിലും എഴുത്തിലും പോരാളിയുടെ കരുത്തും ഭാഷയും കാത്തുസൂക്ഷിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാൻ ഇടയില്ല 35 വർഷം വീൽ ചെയറിൽ ജീവിച്ചുകൊണ്ട് പോരാട്ടം തുടർന്ന ഒരു വ്യക്തി. ഒരാളുടെ സത്യത്തോടും ആദർശത്തോടുമുള്ള അർപ്പണബോധമാണ് യഥാർത്ഥത്തിൽ ആ ആളുടെ ധൈര്യം. ആ അർപ്പണബോധത്തിന് ചെറിയ കുറവ് വന്നാൽ അത്രയും ധൈര്യം കുറയും. അപ്പം പോരാട്ടത്തിന്റെ പാതയിൽ എപ്പോഴെങ്കിലും തളർച്ച തോന്നിയാൽ ഒരുപക്ഷെ ഒരു അതിജീവന മന്ത്രം പോലെ മനസ്സിൽ പറയാവുന്ന പേരാണ് സൈമൺ ബ്രിട്ടോ എന്ന പേര്. ബ്രിട്ടോയുടെ ആത്മമിത്രങ്ങളും പ്രിയജനങ്ങളും സഹപ്രവർത്തകരും പങ്കെടുത്ത അനുസ്മരണ യോഗത്തിൽ രാവുണ്ണി അധ്യക്ഷനായി. PS ഇക്ബാൽ, പ്രൊഫസർ TA ഉഷാകുമാരി, കൗമ്പായി ബാലകൃഷ്ണൻ, UP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കൈരളി TV മലബാർ മേഖല ചീഫ് PV കുട്ടൻ രചിച്ച പടിവിറങ്ങി അഞ്ചനപ്പുഴയിലേക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ മാതമംഗലത്ത് നടന്ന ചടങ്ങിൽ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. TV രാജേഷ് MLA പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. കണ്ണൂർ മാതമംഗലത്ത് ജനകീയ കമ്മിറ്റിയാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. കൈരളി TV മലബാർ മേഖല മേധാവി PV കുട്ടൻ രചിച്ച ആദ്യ പുസ്തകമാണ് പടവിറങ്ങി അഞ്ചനപ്പുഴയിലേക്ക്. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പുസ്തകം പ്രകാശനം ചെയ്തു. ഈ നാടിന് ഒരുപക്ഷെ കുട്ടൻ സമർപ്പിക്കുന്ന ഒരു പ്രണാമം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകം ഒരുപക്ഷെ എങ്ങനെയുള്ള കേരളമാണ് നമുക്ക് വേണ്ടത് എന്നതിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്. ഒരു പ്രത്യേക കഥ അല്ലെങ്കിൽ ഒരു സീല് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ഈ നാടിന്റെ മത മൈത്രിക്കും സാഹോദര്യത്തിനാണ്. കല്യാശ്ശേരി MLA TV രാജേഷ് ജോൺ ബ്രിട്ടാസിൽ നിന്നും പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. അദ്ദേഹം ആത്മകഥയല്ല, യഥാർത്ഥത്തിൽ SK പൊറ്റക്കാടിനെ പോലെ ഒരു ദേശത്തിന്റെ കഥ അദ്ദേഹം പറയുകയാണ്. ഈ നാടിന്റെ കഥയാണ്. ആ നാടിന്റെ കഥയുടെ ഭാഗമായി തന്റെ ജീവിത അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. പ്രശസ്ത കവി രാവുണ്ണി പുസ്തകം പരിചയപ്പെടുത്തി. TI മധുസൂദനൻ, C സത്യപാലൻ, മനോഹരൻ മോറായി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാൻഡ്മ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് സാഹിത്യകാരൻ M മുകുന്ദനാണ് അവതാരിക എഴുതിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മഹാഭാരതത്തെ വർത്തമാനകാല പശ്ചാത്തലത്തിൽ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുന്ന കുറത്തി നാടകം ഈ മാസം 7 വരെ തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ അവതരിപ്പിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ഉൾപ്പെടെ 100-ലേറെ സാംസ്കാരിക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജനഭേരി അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ രചന MN വിനയകുമാറും സംവിധാനം അഭിമന്യു വിനയകുമാറുമാണ്. ആദിമനിവാസികളും വനത്തിലെ ജീവജാലങ്ങളും അധികാരമുള്ളവരുടെ കൊടും ക്രൂരതയ്ക്ക് വിധേയമാകുന്നതും പ്രകൃതിയുടെ താളം തെറ്റുന്നതുമാണ് കുറത്തി നാടകത്തിന് വിഷയമാകുന്നത്. അഭിമന്യു വിനയകുമാറാണ് സംവിധായകൻ. അഭിമന്യു സംവിധാനം ചെയ്ത മറിമാൻ കണ്ണി, യമദൂത് എന്നീ നാടകങ്ങൾ ദില്ലി അന്താരാഷ്ട്ര നാടകോത്സവം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന ഫെസ്റ്റിവലുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യമദൂത്, മെറൂൺ എന്നീ നാടകങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ രംഗഭാഷ ഉപയോഗിച്ചാണ് കുറത്തി അരങ്ങിലെത്തിക്കുന്നത്. സാൻഡ്വിച്ച് തിയേറ്റർ സ്പേസിലാണ് അവതരണം. 800 പേർക്കിരിക്കാവുന്ന ഗ്യാലറി സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. 25 പേരടങ്ങുന്ന സംഘമാണ് കുറത്തിയുടെ അരങ്ങിലും അണിയറയിലുമായി പ്രവർത്തിക്കുന്നത്. ആദിവാസി കലാരൂപങ്ങളും പാട്ടുകളും ഉപയോഗിക്കുകയും കാഴ്ച, കേൾവി, സ്പർശം, ഗന്ധം, രുചി എന്നിവയ്ക്കെല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സംവിധാനശൈലി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നവീനമായ സാങ്കേതിക വിദ്യകളും ശബ്ദവിനിമയവും പുതിയ ദീപവിധാന വിദ്യയും പ്രൊജക്ടറിന്റെ സവിശേഷമായ ഉപയോഗവും പപ്പേട്രിയെ പ്രയോജനപ്പെടുത്തുന്നതും കുറത്തി നാടകത്തെ വ്യത്യസ്ത സ്വഭാവമുള്ളതാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റും അവാർഡ് വിതരണവും ഈ മാസം കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പരിസ്ഥിതി സംരക്ഷണത്തിന് പുത്തനാശയവും മാതൃകയും തീർത്ത സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമായി വേൾഡ് മലയാളി കൌൺസിൽ ഏർപ്പെടുത്തിയ ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പ്രൊജക്ട് അവാർഡുകൾ വിജയികൾക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കുമെന്ന് വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.